അപ്പോൾ നമ്മുടെ വീട്ടിലെ പശുക്കൾക്ക് ചർമ്മമുഴ രോഗം വന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ ഇന്നത്തെ വീഡിയോയിലൊന്ന് നോക്കാം. പശുക്കളുടെ പാലുൽപാദനവും പ്രത്യുൽപാദനക്ഷമതയും എല്ലാം ഗണ്യമായി കുറയുന്നതിന് കാരണമാകുന്ന ഒരു രോഗമാണ് ചർമ്മമുഴ രോഗം. ഇതിന് കാരണം കാപ്രിപോക്സ് വൈറസ് ഇനത്തിലെ LSD വൈറസുകളാണ്. ഈ വൈറസുകളെ കന്നുകാലികളിലേക്ക് പ്രധാനമായും പടർത്തുന്നത് രക്തം ഊറ്റുന്ന കടിയിച്ച, ചെള്ള്, കൊതുക്, വട്ടൻ തുടങ്ങിയവയാണ്. രോഗബാധയേറ്റ പശുക്കളുമായുള്ള നേരിട്ട് സമ്പർക്കത്തിലൂടെയും അമ്മയിൽ നിന്ന് കിടാവിലേക്ക് പാൽ വഴിയും രോഗപകർച്ചയ്ക്ക് സാധ്യതയുണ്ട്. രോഗാണുബാധയേറ്റാൽ 4 മുതൽ 14 ദിവസങ്ങൾക്കകം പശുക്കൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങും. പ്രധാന ലക്ഷണങ്ങൾ ഉയർന്ന പനി, പാലുൽപാദനം ഗണ്യമായി കുറയൽ, തീറ്റമടുപ്പ്, മെലിച്ചിൽ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും നീരൊലിപ്പ്, വായിൽ നിന്നും ഉമിനീർ പതഞ്ഞൊലിക്കൽ, കഴലുകളുടെ വീക്കം എന്നിവയാണ്. ഇത് തേച്ചു കൊടുക്കണ മരുന്ന് ചക്കപ്പഴത്തിന്റെ ഇലയും കൂറച്ചോക്ക് പൊടിച്ചതും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇത് തേച്ചു കൊടുക്കുന്നത്. ചക്കപ്പഴത്ത് ഇവിടെ ചക്കപ്പഴം എന്നാ പറയാ, ചിലയിടത്ത് സീതപ്പഴം, ചിലയിടത്ത് സീതപ്പഴം എന്ന് പറയും. മീനാമ്പഴം വേറെ, മീനാമ്പഴത്തിന്റെ ഇല എടുക്കുക. ഇത് ചക്കപ്പഴത്തിന്റെ ഇലയാണ്. അതില് അരച്ചിട്ട് അതിലേക്ക് കൂറച്ചോക്ക് പൊടിച്ചിട്ടതാണ്. മുറി ഉണങ്ങി തുടങ്ങി, കുറച്ചും കൂടി ഉള്ളു. ഈ ചപ്പളക്ക് വന്നിരുന്നു മുറിയാക്കിയല്ലോ. പശുക്കുട്ടിയുടെ കാലം കഷ്ണം പോരുമോ ഇവിടെ അടങ്ങ് പോരല്ലേ. അതൊക്കെ ഒരു വട്ട്, ഒരു വട്ട് ഇങ്ങോട്ട് പോന്ന ഒരു തൊളയും മുള്ളാനിയൊക്കെ പോലെ അല്ലേ. എടുത്തു വരുന്നത് അതൊരു കുറ്റം.